മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ ജീവിതത്തിലെ ക്ഷേത്രങ്ങളുമായിട്ടും ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടും വിശ്വാസങ്ങളുമായിട്ടും നമ്മളെ സ്വാധീനിക്കുന്ന അനവധി പാരാമീറ്ററുകളുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ക്ഷേത്രങ്ങൾ, ചടങ്ങുകൾ, കീഴ്വഴക്കങ്ങൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നു. ഇതെല്ലാം സ്വാധീനിക്കുമ്പോഴും നമ്മളെന്നും ഓർമ്മിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ ജീവിതത്തെ ധന്യമാക്കാൻ നിങ്ങൾക്ക് ഏത് ആചാരങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് തരത്തിലുള്ള വിശ്വാസം വേണമെങ്കിലും നിലനിർത്താം. നിരീശ്വരവാദിയാണെങ്കിൽ നിരീശ്വരവാദി, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിചാരങ്ങൾ വെച്ച് പുലർത്താം. ആചാരങ്ങൾ, വിചാരങ്ങൾ, പലതരത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്താം, സങ്കല്പങ്ങൾ വെച്ച് പുലർത്താം. ഇഷ്ടമുള്ള ഈശ്വരനെ ആരാധിക്കാം, ഇഷ്ടമുള്ള പുസ്തകം വായിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. ഒന്ന് മാത്രം, 6 കാര്യങ്ങളിൽ നന്മ ഉണ്ടാവണം. സ്ഥിരവും ശാശ്വതവുമായ നന്മ ഉണ്ടാവണം. മനസ്സിന് ധന്യമായിട്ടുള്ള അനുഭൂതി ഉണ്ടാവണം ഈ ജീവിതത്തിൽ. ശരീരത്തിന് നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാവുന്ന പ്രവൃത്തികളും വിശ്വാസങ്ങളുമേ ചെയ്യാവൂ. കുടുംബ ബന്ധം ദൃഢമാക്കാൻ സാധിക്കുന്നത് എത്രത്തോളമാണോ ദൃഢമാക്കിക്കൊണ്ട് തന്നെ ജീവിക്കണം. ദൃഢമായ കുടുംബ ബന്ധം ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സാംസ്കാരിക മൂല്യങ്ങൾ നമുക്കുണ്ടാവണം. സമൂഹത്തിൽ ഐക്യം വരുത്താനുള്ള രീതിയിൽ നമ്മൾ ജീവിക്കണം. രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന് വേണ്ടി ഓരോ പൗരനും ജീവിക്കണം. ഈ 6 ഫാക്ടർ, മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം. പിന്നെ ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ കയറാം. സ്ഥിരവും ശാശ്വതവുമായ നന്മ എല്ലാത്തിനും, സർവ്വചരാചരങ്ങൾക്കും വരുത്താനുള്ള ലെവലിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചില വ്യക്തികൾ അവരുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ പൂർവീക ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചു എന്ന് വരും. ഒരു റോസാപ്പൂവ് ഒരു 18 വയസ്സായിട്ടുള്ള പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് 2 വരി എഴുതാൻ പറഞ്ഞാൽ ആ കുട്ടി ആ റോസാപ്പൂവിനെ കുറിച്ച് എഴുതുന്ന രീതിയിലാവണമെന്നില്ല ഒരു പൂജാരി ആ റോസാപ്പൂവിനെ കുറിച്ച് എഴുതുന്നത്, ഒരു പൂക്കച്ചവടക്കാരൻ ആ റോസാപ്പൂവിനെ കുറിച്ച് എഴുതുന്നത്, റീത്ത് ഉണ്ടാക്കുന്ന ആൾ ആ റോസാപ്പൂവിനെ കുറിച്ച് എഴുതുന്നത്, അതേപോലെ തന്നെ ഒരു കെമിസ്ട്രി പ്രൊഫസർ റോസാപ്പൂവിനെ കുറിച്ച് എഴുതുന്നത്, ഒരു ബോട്ടണി പ്രൊഫസർ റോസാപ്പൂവിനെ കുറിച്ച് എഴുതുന്നത്, എല്ലാം വ്യത്യാസം ഉണ്ടാവും. അവനവന്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും അത് എഴുതാം. ഇപ്പൊ സുകുമാർ അഴീക്കോട് തത്വമസി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടാണ്. ഇവിടെ കൊലിയക്കോട് എന്ന് ഒരാൾ ഉപനിഷത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടാണ് എഴുതുക. VS അച്യുതാനന്ദൻ ഉപനിഷത്തിനെ കുറിച്ച് എഴുതിയാൽ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ചിട്ടായിരിക്കും എഴുതുക. ഒരു നിരീശ്വരവാദി ഉപനിഷത്തിനെ കുറിച്ച് എഴുതിയാൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും. പക്ഷെ അതെല്ലാം കോംപ്ലിമെന്ററി ആണ്, കോൺട്രഡിക്ടറി അല്ല. ഒന്നും അവസാനത്തെ വാക്കല്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഒരു വഴിപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഞാൻ അടുത്ത കാലത്ത് വായിച്ചു. ആരാണത് എഴുതിയതെന്നുള്ളതൊന്നും ബോധർ ചെയ്യണ്ട. അതിനകത്ത് ധാരാളം വഴിപാടിന്റെ പ്രത്യേകതകൾ പറയുന്നത് ഞാൻ വെറുതെ ഒരു പേജ് എടുത്തിട്ട് വായിക്കാം. കണ്ണ് ദോഷം, നാവ് ദോഷം മാറുവാനുള്ള വഴിപാട് പരിഹാരം പുള്ളുവൻ വീണ വായിക്കല്. പുള്ളുവൻ പാട്ട് പാടിയാൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നാക്കുകൊണ്ട് പറയുന്ന ദോഷമില്ല. മഹാരോഗങ്ങൾ മാറുവാനുള്ള വഴിപാട് പരിഹാരം ദേവീക്ഷേത്രങ്ങളിൽ പാവക്കൂത്ത് നടത്തൽ. അതുപോലെ തന്നെ വയറുവേദന ശമിക്കാനുള്ള വഴിപാട് പരിഹാരം മുക്കുടി നിവേദ്യം സേവിക്കൽ. അതുപോലെ കൈവിഷത്തിന് പരിഹാരമുള്ളത് ചേർത്തല തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലെ പച്ചമരുന്ന്. ഞാൻ ബുധനാഴ്ച വ്രതമെടുത്താൽ ലഭിക്കുന്ന ഗുണം, വിദ്യയ്ക്കും വ്യാപാരത്തിനും ഉത്തമം, തടസ്സങ്ങൾ നീങ്ങും. ഇതെല്ലാം ഒറിജിനൽ അല്ല. ആ വ്യക്തിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്ന്, നമ്മളുടെ പൂർവികര് ഏത് തരം മന്ത്രം ജപിച്ചാലും, ഏത് തരം പൂജ നടത്തിയാലും, ഏത് സത്കർമ്മം ചെയ്താലും ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയാറുണ്ട്. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു. ഏത് മന്ത്രത്തിനും, ഏത് തന്ത്രത്തിനും, ഏത് പൂജയ്ക്കും, ഏത് ക്ഷേത്ര ദർശനത്തിനും, ഏത് രാമായണ വായനയ്ക്കും, ഏത് പുരാണ വായനയ്ക്കും, ഏത് ഭഗവത്ഗീത വായനയ്ക്കും, ഏത് വേദ പഠനത്തിനും മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം ഇവയ്ക്ക് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തും. അത് വ്യത്യസ്ത വാക്കുകളിലൂടെ അവർ പറയുന്നു. അങ്ങനെ അത് പഠിക്കലല്ലാതെ അത്താഴപൂജ നടത്തിയാൽ ശത്രുനാശനം ഉണ്ടാവും, അത് കാരണം എൻ്റെ അയൽവക്കത്തുകാരൻ എൻ്റെ ശത്രുവാണ്, അയാളെ കൊന്നു കുഴിച്ചുമൂടാനായിട്ട് അത്താഴപൂജ നടത്തുകയാണ് എന്ന രീതിയിൽ പൂജ നടത്തുന്നത്
അതിന്റെ അർത്ഥം തന്നെ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു മാഫിയായുടെ പാർട്ടായിട്ട് വരുന്നു. അതായത് ഈശ്വരന് കൈക്കൂലി കൊടുത്തിട്ട് ഈശ്വരന് വഴിപാട് നടത്തിയിട്ട് എൻ്റെ ശത്രുവിനെ ഇല്ലാതെയാക്കാം. എന്തൊരു തെറ്റായിട്ടുള്ള ധാരണയാണത്. പൂജ നടത്തി കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും, ജോലി കിട്ടുമെന്നുള്ള വിശ്വാസമൊക്കെ നല്ലതാണ്, പൂജയും നല്ലതാണ്. അപ്പൊ പൂജ നടത്തിയിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈശ്വരനോടുള്ള ആ വിശ്വാസമേ പോവാണ്. 100 അപ്പം കൊട്ടാരക്കര ഗണപതിക്ക് നിവേദിച്ചാല് ഫസ്റ്റ് ക്ലാസ് കിട്ടും. അപ്പൊ 200 നിവേദിച്ചാലോ ഡിസ്റ്റിങ്ഷൻ കിട്ടും. അപ്പൊ 500 നിവേദിച്ചാലോ 10 റാങ്കിന്റെ ഉള്ളിൽ വരും. 1000 അപ്പം നിവേദിച്ചാലോ ഫസ്റ്റ് റാങ്ക് കിട്ടും. ഇങ്ങനെ ഒരു ധാരണ മക്കളിൽ ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. 1000 അപ്പം വഴിപാട് കൊടുത്ത് ഈ കുട്ടി ജയിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുക? പഠിച്ച് എഴുതി പാസ്സാവുന്നതിന് പകരം കൊട്ടാരക്കര ഗണപതിക്ക് അപ്പം കൊടുക്കലും നമ്മുടെ റിസൾട്ടും മാർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ എന്തൊരു അബദ്ധം ഉണ്ടാവുക ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ വഴിപാട് ഇതുമാതിരിയുള്ള പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും അവനവന്റെ രീതിയിൽ അത് വ്യാഖ്യാനിക്കുകയും ചെയ്യാം. അപ്പോ ദൈവത്തിന് വഴിപാട് കൊടുത്തിട്ട് കാര്യങ്ങൾ നടത്താന്ന് പറഞ്ഞാൽ ദൈവം കൊട്ടേഷൻ സംഘത്തിന്റെ ആളിനെ പോലെയാണ്. എന്റെ ശത്രുവിനെ ഇല്ലാതെയാക്കാൻ ദൈവത്തിന് ഗുരുതി പുഷ്പാഞ്ജലി നടത്താം. അപ്പോൾ ദൈവത്തിന് 10 രൂപയുടെ ഗുരുതി പുഷ്പാഞ്ജലി കൊടുത്തിട്ട് എന്റെ ശത്രുവിനെ ഇല്ലാതെയാക്കാം. അപ്പൊ 10 രൂപ കൊണ്ട് കാര്യം നടന്നു. ഇത് ലോജിക്കലാണോ നോക്കാം. ഞാനിത് പെട്ടെന്ന് ഇന്നലെ ഇങ്ങനെ ഒരു പുസ്തകം കണ്ടപ്പോഴത്തേക്കും പറയണം തോന്നി. എല്ലാ പുസ്തകങ്ങളിലും കുറേയൊക്കെ നന്മകളുണ്ട്, എഴുതിയതിൽ നന്മകളുണ്ട്, അതിന്റെ വരികൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ അതാണ് നമ്മുടെ വഴിപാടുകളുടെ ലക്ഷണവും അമ്പലത്തിലെ ദർശനത്തിന്റെ ലക്ഷണവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചിലതൊക്കെ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ ചെന്നെത്തുക? എറണാകുളത്തെ ഒരു ജ്യോത്സ്യനുണ്ട്. ആ ജ്യോത്സ്യൻ വളരെ ശാന്തമായിട്ട് കുറേ ഉപദേശങ്ങൾ നൽകും. ആ ഉപദേശങ്ങൾ പലപ്പോഴും സ്ത്രീകളുടെ ഹൃദയത്തിനകത്തേക്ക് കയറുന്ന വിധത്തിലാണ് ഉപദേശം നൽകുന്നത്. ആ ഉപദേശമെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് സത്യമാണെന്ന് തോന്നുകയും ചെയ്യും. നിങ്ങൾ ഓർത്തു നോക്കുക, ജ്യോത്സ്യന്റെ അടുത്തും പ്രശ്നം വെക്കുന്ന ആളുടെ അടുത്തേക്കും ആരെങ്കിലും പോകുന്നത് അവർക്ക് പ്രോബ്ലം ഉണ്ടാവുമ്പോഴല്ലേ. ഈ പ്രോബ്ലം ഉണ്ടെന്ന് ജ്യോത്സ്യന് പറയാൻ ഒരു വിഷമവും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു ജനറൽ മെഡിസിൻ്റെ ആളുടെ അടുത്തേക്ക് പോയാൽ അയാൾക്കറിയാം ഇയാൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖം ഇതാണ്. ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ ന്യൂറോളജിയായിട്ട് ബന്ധപ്പെട്ട അബ്നോർമാലിറ്റിയാണ് ഈ പേഷ്യന്റിന് ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് ഇയാളുടെ അടുത്ത് വന്നത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവില്ലേ? ആർക്കും മനസ്സിലാവില്ലേ? അതേപോലെ തന്നെ ജ്യോത്സ്യന്റെ അടുത്ത് പോകുമ്പോൾ ഇയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ് ജ്യോത്സ്യന്റെ അടുത്തേക്ക് വന്നത് മിക്കവാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നും നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലെന്നും നിങ്ങളുടെ ശരീരത്തിന് ഒത്തിരി അധികം പ്രശ്നമുണ്ടെന്നും മനസ്സ് സ്വസ്ഥതയല്ലെന്നും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആകെ കൺഫ്യൂസ്ഡ് ആണെന്നും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആർക്കും ആപ്ലിക്കബിൾ ആണ്, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് ഈ വാക്കുകൾ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഈ ജ്യോത്സ്യൻ വളരെ ഗംഭീര പാർട്ടിയാണ്, ഈ കൈരേഖാ ശാസ്ത്രജ്ഞൻ വളരെ നല്ല ആളാണ്, ഈ വാസ്തുവിദ്യക്കാരൻ നല്ല ആളാണ്. അവരൊക്കെ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടാവുമായിരിക്കാം. ഒന്നും നന്മയില്ലാത്തതാണ്, എല്ലാം തിന്മയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെയാണ് ജീവിത സത്യം എന്ന് പറഞ്ഞാൽ എറണാകുളം ജ്യോത്സ്യനെ വിശ്വസിച്ച് കുത്തുവാള എടുത്തവർ എത്രയോ പേരുണ്ട്. പലപ്പോഴും ഭർത്താവ് അറിയാതെയൊക്കെ ആയിരിക്കും ഭാര്യ ജ്യോത്സ്യന്റെ അടുത്തേക്കൊക്കെ പോവാം. അങ്ങേര് പറഞ്ഞതിൽ ശരിയുണ്ടാവും, അങ്ങേര് പറഞ്ഞതിൽ തെറ്റുണ്ടാവും, ശരിക്കും തെറ്റിനും ഇടയ്ക്കുള്ളതുണ്ടാവും. അദ്ദേഹം പറഞ്ഞതിൽ പ്രയോജനമുള്ളതുണ്ടാവും, അദ്ദേഹം പറഞ്ഞതിൽ പ്രയോജനം ഇല്ലാത്തതുണ്ടാവും. പക്ഷെ ഒന്നാലോചിച്ച് നോക്കാം, ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും എല്ലാം ഉണ്ട്. അതിനൊക്കെ നമ്മൾ വഴിപാടുകളും അമ്പലത്തിലെ ഈശ്വരനെയും പ്രാർത്ഥനയും അല്ലെങ്കിൽ ജ്യോതിഷവും വാസ്തുവിദ്യയും കൈരേഖ ശാസ്ത്രവും എല്ലാമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പുറത്തെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആൾ റൈറ്റ്. മെറ്റീരിയലിസ്റ്റിക്കലി നമ്മൾ ഇതിൽ നിന്നെല്ലാം പ്രയോജനം കിട്ടുമെന്നൊക്കെ ധരിച്ച് ജീവിക്കുമ്പോൾ എന്തൊരു അബദ്ധമാണ് നമ്മൾ. അന്ധേന നിയതേ അന്ധേന ഇവ. ഈ കണ്ണ് കാണാത്തവനെ കൊണ്ടുപോകുന്ന മാതിരിയാണ്. മുമ്പേ ഗമിക്കുന്ന കോക്കൾ താൻ പിമ്പേ ഗമിക്കുന്നു കോക്കളെല്ലാം. ഒരാൾ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് വന്ന് പറയും അയാൾ നല്ല ജ്യോത്സ്യനാണ്, പറഞ്ഞത് അച്ചട്ട് ശരിയായിരുന്നു പറയും. അടുത്ത ആളും അങ്ങോട്ട് തന്നെ പോകും. അപ്പൊ ഇവരെല്ലാവരും അതേ ജ്യോത്സ്യന്റെ അടുത്തേക്കാണ് പോകണം. അയാളാണെങ്കിൽ പണ്ട് നല്ല ഒരു ജ്യോത്സ്യൻ, ശബരിമല ശ്രീകോവിലിനകത്ത് സ്ത്രീ പ്രവേശിച്ചു എന്ന് പറയുകയും ചെയ്യാം. എന്നിട്ട് ആന്ധ്രയിൽ നിന്ന് ഒരു സ്ത്രീയെ കൊണ്ട് എഴുതിക്കുക ഞാൻ അകത്തേക്ക് കയറി എന്നുള്ളത്. പിന്നെ അത് തെറ്റാണെന്ന് വന്നു. ഇത് ഈ സമൂഹത്തിൽ കാണുന്ന തിന്മകള്, അന്ധവിശ്വാസങ്ങള്, ദുരാചാരങ്ങള് അത് ഡോക്ടർമാരിലുണ്ട്,
അത് ജ്യോത്സ്യന്മാരിലുണ്ട്, അത് പൂജാരിമാരിലുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള അധ്യാപകരിലുണ്ടാവും. എല്ലാവരിലും സമൂഹത്തിൽ കാണുന്ന എല്ലാ തിന്മകളും ഉണ്ട്. ജഡ്ജിമാരിലുണ്ടാവും. ഇപ്പോൾ ഒരു കർണൻ എന്ന് പറയുന്ന ജഡ്ജിയുടെ അവസ്ഥ എന്താ? അപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മുടെ പഴയ DGP പറഞ്ഞു, IPSകാരിൽ ക്രിമിനൽ സ്വഭാവമുള്ളവർ ധാരാളം പേരുണ്ടെന്ന്. IASകാരുടെ വീടുകൾ റെയ്ഡ് ചെയ്തപ്പോഴത്തേക്കും എത്രയാ പൈസ കിട്ടിയിരിക്കുന്നത്? അപ്പൊ IAS ആയാലും IPS ആയാലും ജ്യോത്സ്യനായാലും പൂജാരി ആയാലും വാസ്തുവിദ്യക്കാരനായാലും പത്രക്കാരനാണെങ്കിലും പത്രമാധ്യമ പ്രവർത്തകനാണെങ്കിലും ശരി, സമൂഹത്തിലുള്ള നന്മ തിന്മകളിൽ അവരിലും ഉണ്ടാവും. എല്ലാവരും പെർഫെക്റ്റ് ആണ് എന്ന് ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത്. അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക, ജീവിതത്തിൽ നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഇതുമാതിരിയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അതാണ് അവസാനത്തെ വാക്കെന്ന് ധരിച്ച് പലപ്പോഴും പൂജാരിമാർക്കും തന്ത്രിമാർക്കും ഒക്കെ ഇപ്പോൾ ബ്രഹ്മശ്രീ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബ്രഹ്മശ്രീ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ഇത്ര ഗംഭീരമായിട്ടുള്ള അർത്ഥമാണ്. പക്ഷേ ഒരു പ്രൊഫസർ എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. അല്ലെങ്കിൽ പ്രൊഫസർ, ഡോക്ടർ, വളരെ ഓർഡിനറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡോക്ടറേറ്റ് എടുക്കുക. തെറ്റാണെന്നല്ല, കുറവാണെന്നല്ല. പക്ഷേ ഡോക്ടർ എന്ന് വെക്കുമ്പോൾ കേൾക്കുന്നവന് വലിയതാണെന്ന് തോന്നുന്നതിലും തെറ്റില്ല. പക്ഷെ അയാൾ അതല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. പല പല പുസ്തകങ്ങളിൽ ഉപനിഷത്തിന്റെ വ്യാഖ്യാനങ്ങൾ, വേദത്തിന്റെ വ്യാഖ്യാനങ്ങൾ, പുരാണങ്ങളുടെ വ്യാഖ്യാനങ്ങൾ. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്ത്രീ പറയുന്നത് കേട്ടു, അത്ഭുതകരമായിട്ട് പറയുന്നത് കേട്ടു. നിങ്ങളെ ആരെന്ത് ചെയ്താലും നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ചു, ഈശ്വരൻ അയാൾക്ക് കൊടുത്തോളും. എന്താ ഈശ്വരൻ കൊട്ടേഷൻ സംഘത്തിന്റെ ആളാ? ചില കൊട്ടേഷൻ സംഘത്തിന്റെ പ്രവർത്തിക്കുന്നവര് അവരോട് ഈ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കന്മാർ പറയും, നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങളിത് ചെയ്തിട്ട് വരും, ബാക്കി ഞാൻ നോക്കിക്കോളാം. രാഷ്ട്രീയക്കാർ പറയും, നിങ്ങളത് ചെയ്തോളൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ ഇതിന്റെ അർത്ഥം? ഈശ്വരന്റെ ജോലിയാണോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കല്? ഈശ്വരൻ എന്താ നിങ്ങളുടെ സർവന്റാ? അല്ലെങ്കിൽ ഈശ്വരൻ എന്താ പോലീസുകാരനാ, IG-യാ? ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകുന്ന പുരാണം വായിക്കുന്നവരും ധാരാളമുണ്ട്. ഓർമ്മിക്കുക, പല പുസ്തകത്തിൽ പലതും എഴുതിയിരിക്കുന്നതൊക്കെ അവസാനത്തെ വാക്കാണെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകും. അതിനകത്ത് നല്ലതുണ്ടാവുമായിരിക്കാം. നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ സ്വീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.